ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 3 അറിവിനറിവായി നിറവായി അധ്യായം 1 ചരിത്രം രചിച്ച നാടകം. നമ്മളിന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് കെ കേളപ്പൻ എഴുതിയ അവതാരികയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും ഉത്തരങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അധ്യായത്തിന് മുന്നോടിയായി NV കൃഷ്ണവാര്യരുടെ പുസ്തകങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള 4 വരികൾ നൽകിയിട്ടുണ്ട്. അത് കേൾക്കുക. ജ്ഞാനപൂർത്തിയിൽ ജീവിത സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാരസർവസ്വം. എന്താണ് ജ്ഞാനം? ജ്ഞാനമെന്ന് പറഞ്ഞാൽ അറിവ്. അറിവ് നേടുമ്പോഴാണ് മാനവൻ ആരാണ്? മനുഷ്യൻ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം, അതായത് ലോകത്തിലെ സത്യാസത്യങ്ങൾ എന്തൊക്കെയാണ്, ശരിതെറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിക്കേണ്ടുന്നത്, സഹമനുഷ്യരോട് എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ മനസ്സിലാക്കുകയും അപ്രകാരം പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് അറിവ് നേടുമ്പോഴാണ്, വിദ്യ നേടുമ്പോഴാണ്. പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാരസർവസ്വം. പുസ്തകങ്ങളിൽ സഞ്ചിതം എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ കൂട്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത്? മർത്യവിജ്ഞാന സാരസർവസ്വം. മനുഷ്യന്റെ അറിവുകളുടെ ശേഖരമാണ് പുസ്തകങ്ങൾ. അതിൽ നിന്ന് പുസ്തക വായനയിലൂടെ നമുക്ക് അറിവിന്റെ ലോകത്തേക്ക് കടക്കാൻ കഴിയും എന്നാണ് NV കൃഷ്ണവാര്യർ പറയുന്നത്. നമുക്ക് അധ്യായത്തിലേക്ക് പോകാം. അധ്യായം എന്ന് പറയുന്നത് കെ കേളപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകത്തിന് രചിച്ച അവതാരികയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അവതാരിക എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാം. നമ്മളൊരു പുസ്തകം വായിക്കാൻ എടുക്കുന്നു. അപ്പോൾ ആ പുസ്തകം നോവലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രബന്ധങ്ങളായിക്കോട്ടെ, ഉപന്യാസങ്ങൾ, അതിനെയാണ് പ്രബന്ധം എന്ന് പറഞ്ഞത്, ലേഖനങ്ങളായിക്കൊള്ളട്ടെ, കവിതയായിക്കൊള്ളട്ടെ, നാടകമായിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള ഒരു പുസ്തകമാണെങ്കിൽ തന്നെയും അതിന് ഒരു അവതാരിക എന്ന് പറഞ്ഞൊരു ഭാഗം പുസ്തകത്തിന്റെ ആദ്യത്തിൽ കൊടുത്തിരിക്കും. പ്രധാനപ്പെട്ട പേജ് മറിച്ചു കഴിയുമ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷവും പുസ്തകം പബ്ലിഷ് ചെയ്ത ആളുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് അവതാരികയൊക്കെ വരിക. അവതാരിക എങ്ങനെയുള്ളതായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ VT ഭട്ടതിരിപ്പാട് എഴുതിയ നാടകമാണല്ലോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആ നാടകത്തിന് അദ്ദേഹം തന്നെ ആയിരിക്കില്ല അവതാരിക എഴുതുക, മറ്റേതെങ്കിലും ഒരു എഴുത്തുകാരനായിരിക്കും, നല്ല പ്രഗത്ഭനായിട്ടുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരനായിരിക്കും അവതാരിക എഴുതുക. ഈ അവതാരിക എഴുതുന്നയാൾ ഇവിടെ ഇപ്പോൾ കെ കേളപ്പൻ VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വായിച്ച് അത് അദ്ദേഹം മനസ്സിലാക്കി, അതിൻ്റെ ഉള്ളടക്കം എന്താണ് അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ മേന്മ എന്താണ്, എന്തിനാണത് വായിച്ചിരിക്കേണ്ടുന്നത്, എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത്, എന്തൊക്കെ പ്രവണതകളാണ് ആ നാടകം അല്ലെങ്കിൽ ആ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന് ഈ പുസ്തകം ഇഷ്ടമായോ ഇല്ലയോ, ഈ പുസ്തകം സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കും. ഈ കുറിപ്പ് പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട്, അതായത് പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക്, ഇപ്പോൾ ഒരു കഥയാണെങ്കിൽ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നോവലാണെങ്കിൽ നോവലിലേക്ക് കടക്കുന്നതിന് മുൻപ്, അതിനു മുൻപുള്ള പേജുകളിലായിട്ടായിരിക്കും അവതാരിക വെക്കുക. മനസ്സിലായല്ലോ? ഒരു പുസ്തകം, ഒരു സാഹിത്യകൃതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം, ആ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായവും പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും സംബന്ധിച്ച കാര്യങ്ങൾ മറ്റൊരു എഴുത്തുകാരൻ എഴുതിയിട്ട് അത് ഈ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിനൊക്കെ ശേഷം കൂട്ടിച്ചേർത്ത് വെക്കുന്നതിനെയാണ് അവതാരിക എന്ന് പറയുന്നത്. അപ്പോൾ ആ അവതാരിക വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ള ഒരു പുസ്തകമാണ് ഇത്, ഈ പുസ്തകം ഇനി വായിക്കണോ വേണ്ടയോ, അത് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പുസ്തകമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ അവതാരിക വായിച്ചു നോക്കിയാൽ മതി. ഇനി
ഇനി കൂട്ടുകാർ ലൈബ്രറി പോകുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ ലൈബ്രറിയിൽ പോയി ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജൊക്കെ മറിക്കുമ്പോൾ അവിടെ അവതാരിക എന്നൊരു ഹെഡിങ് കാണും. അതിൻ്റെ താഴെ എന്താണ് ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നൊന്ന് നോക്കുക. അപ്പോൾ ആ പുസ്തകം അവതാരിക നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ജേണറിൽപ്പെട്ട പുസ്തകമാണോ ഇത്, അല്ലെങ്കിൽ ഇത് വായിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് പുസ്തക വായനയിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ നമുക്കിനി മുതൽ അതൊന്ന് ശീലിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൻ്റെ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ആ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, വി.ടി. ഭട്ടതിരിപ്പാട് ഉൾപ്പെടുന്ന നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഈ നാടകം രചിക്കപ്പെടുക മാത്രമല്ല, ഇത് നിരവധിയായ സ്റ്റേജുകളിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്തായിരുന്നു നമ്പൂതിരി സമുദായത്തിൽ അന്നുണ്ടായിരുന്ന അനാചാരങ്ങളെന്ന് നമ്മൾ ഈ ലേഖനത്തിനകത്ത് കാണുന്നുണ്ട്. എന്നാലും പറയാം. അന്ന് ബാല്യവിവാഹങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികൾ 10-12 വയസ്സുള്ള ചെറിയ പെൺകുഞ്ഞുങ്ങളെ വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. വൃദ്ധന്മാരായ ആൾക്കാരെന്ന് മാത്രമല്ല, അവർക്ക് വേറെയും പല ഭാര്യമാരും കാണും. ഒരുപാട് ഭാര്യമാരുള്ള ആളായിരിക്കും ഈ വൃദ്ധൻ നമ്പൂതിരി വന്ന് ഈ കൊച്ചുകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ വൃദ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചു പോകും, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ 12 വയസ്സുള്ള കുട്ടി 12-13 വയസ്സിൽ വിധവയാവുകയും പിന്നീട് എത്ര വർഷം ജീവിച്ചിരിക്കുന്നുവോ, 12 വയസ്സിൽ ഭർത്താവ് മരിച്ചു. ഇനി 90 വയസ്സ് വരെ ആ കുട്ടി ജീവിച്ചിരുന്നാൽ തന്നെയും അത്രയും കാലം ആ കുട്ടിക്ക് വേറെ കല്യാണമൊന്നും കഴിക്കാൻ പാടില്ല. ആടയാഭരണങ്ങളോ വേഷഭൂഷാദികളോ ഒന്നും നല്ലത് ധരിക്കാൻ പാടില്ല. വെള്ള വസ്ത്രം ഉടുത്ത് തലയൊക്കെ മൊട്ടയടിച്ച് വീടിനകത്ത് തന്നെ, ഈ നമ്പൂതിരിയുടെ ഇല്ലത്ത് തന്നെ ആഹാരം കഴിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ അങ്ങ് ജീവിക്കണം. പുറത്തിറങ്ങിയ ആൾക്കാരോട് ഇടപഴകാനോ സന്തോഷിക്കാനോ ഒന്നുമുള്ള, ഒരു ആഘോഷങ്ങളിലും പങ്കെടുക്കാനോ ഒന്നുമുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന്, കൊച്ചു കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുന്നു വൃദ്ധർ എന്നുള്ളത്. മറ്റൊന്ന്, അവർ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ ആ കുട്ടി വിധവയായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഇനി ഒരു തറവാട്ടിൽ ഒരു 5-6 നമ്പൂതിരിമാരുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ അതിൽ ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ള നമ്പൂതിരിമാർക്കൊന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല. അവർക്ക് സംബന്ധമേ പാടുള്ളൂ. സംബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഇളയ നമ്പൂതിരിമാരെല്ലാം നായർ തറവാടുകളിലെ സ്ത്രീകളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് അവരുമായി ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഒരു വൈവാഹികേതരമായിട്ടുള്ളൊരു ബന്ധം അവർക്ക് അവിടെ ഉണ്ടാക്കാം. ആ ബന്ധത്തിലൂടെ അവർക്ക് കുഞ്ഞുങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ സ്ത്രീകളെ ഭാര്യമാർ എന്നുള്ള ഒരു സ്ഥാനത്ത് നിർത്താൻ സാധിക്കുകയില്ല. ഇവർക്ക് ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനത്തും നിൽക്കാൻ സാധിക്കുകയില്ല. ഇവർ തമ്മിലൊരു, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലിവ് ഇൻ റിലേഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു റിലേഷൻ മാത്രമേ അവർ തമ്മിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ നമ്പൂതിരിമാരെ അച്ഛൻ എന്ന അവകാശത്തോടു കൂടി വിളിക്കാനും പറ്റുകയില്ല എന്നൊരു ദുഃഖകരമായ കാര്യം കൂടി ഉണ്ട്. ഇതുപോലെ ഒരുപാട് അനാചാരങ്ങൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്പൂതിരിമാരായിട്ടുള്ള യുവാക്കന്മാർക്കൊന്നും നല്ല ജോലികളിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. അവർ വേദമൊക്കെ പഠിച്ച് പൂജാതി കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊള്ളണം എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. സ്ത്രീകൾക്കാകട്ടെ വിദ്യാഭ്യാസത്തിനുള്ള അവസരമില്ല, നല്ല വിവാഹം കഴിക്കാനുള്ള അവസരമില്ല. ഇനി ഭർത്താവ് മരിച്ചാൽ പുനർവിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരുപാട് പരിമിതികൾ സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ അവരെ സ്മാർത്ഥ വിചാരം ചെയ്ത് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും മനുഷ്യർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സമുദായത്തിലാണ് വി.ടി. ഭട്ടതിരിപ്പാട് ജീവിച്ചിരുന്നത്. അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പാണ് വളർന്ന് വലുതായി വലിയ ഒരു പ്രതിഷേധം നയിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹം രചിച്ച ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഈ നാടകം ഒരുപാട് വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടു. ഈ നാടകം അവതരിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടർക്കും പ്രതിഷേധങ്ങളും എതിർപ്പുകളും അതിക്രമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നു. പക്ഷേ ഈ നാടകം അദ്ദേഹം തുടർന്നും അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. കാലക്രമേണ നമ്പൂതിരി സമുദായത്തിലെ ഒരുപാട് പേർ വി.ടി. ഭട്ടതിരിപ്പാടിനോട് ചേരുകയും അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും പങ്കെടുക്കുകയും അങ്ങനെ മെല്ലെ മെല്ലെ നമ്പൂതിരി സമുദായം ഒരു പരിവർത്തനത്തിന്,
അതായത് ഒരു മാറ്റത്തിന് വിധേയമാവുകയും ചെയ്തു. അങ്ങനെ ഇത്തരം ആചാരങ്ങൾ, ബാലികാ വിവാഹവും പിന്നെ ഒരുപാട് പേര് സംബന്ധം ചെയ്യുന്നതും പിന്നെ ഒരുപാട് വിവാഹം കഴിക്കുന്നതും പിന്നെ അപ്പൻ നമ്പൂതിരിമാരുടെ ദുരിത ജീവിതത്തിനും ഒക്കെ ഒരു അവസാനമുണ്ടായി ഇതോടുകൂടി. അപ്പോൾ അത്തരം ഒരു മഹത്തായ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നതിന് കാരണമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുകൊണ്ടാണ് ഈ പാഠഭാഗത്തിന് ചരിത്രം രചിച്ച നാടകം എന്നുള്ള പേര് തന്നെ നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ആ നാടകത്തിന്റെ കഥ എന്ന് ഞാൻ വെറുതെ ഒന്ന് പറയാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കർക്കടകാം കുന്നത്ത് നമ്പൂതിരി. എന്താണ് കർക്കടകാം കുന്നത്ത് നമ്പൂതിരി? പിന്നെ തേതിയാണ് നാടകത്തിലെ നായിക. നായകന്റെ പേര് മാധവൻ എന്നാണ്, മധുരമംഗലത്ത് മാധവൻ. അപ്പോൾ തേതിയും മാധവനും ആണ് നായികന്മാർ. അപ്പോൾ ഇതിലെ വില്ലനാണ് കേട്ടോ കർക്കടകാം കുന്നത്ത് നമ്പൂതിരി. തേതിയുടെ അച്ഛനാണ് വിളയൂർ അച്ഛൻ നമ്പൂതിരി. തേതിയുടെ സഹോദരനാണ് കുഞ്ചു. ഇത്രയും പേരെ ഓർക്കുക. അപ്പോൾ തേതി എന്ന് പറയുന്നത് ഒരു സുന്ദരിയായ യുവതിയാണ്. യുവതി എന്ന് വെച്ചാൽ നിങ്ങളൊരു ഒരുപാട് പ്രായമൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു പെൺകുട്ടിയിൽ നിന്ന് യുവതിയിലേക്ക് കടക്കുന്ന ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി. അപ്പോൾ ഈ തേതി വളരെ സുന്ദരിയാണ്. തേതിയെ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായമായി എന്ന ഒരു അവസരം വരുമ്പോൾ അച്ഛൻ്റെ പേര് നമ്മൾ എന്താ പറഞ്ഞത്? വിളയൂർ അച്ഛൻ നമ്പൂതിരി. ഈ അച്ഛൻ നമ്പൂതിരി വിവാഹമൊക്കെ ആലോചിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം അതിന് യോഗ്യൻ എന്ന് തോന്നിയ ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു. അയാളുടെ പേരാണ് കർക്കടകാംകുന്നത്ത് നമ്പൂതിരി. ഈ കർക്കടകാംകുന്നത്ത് നമ്പൂതിരി ഇതിനു മുൻപ് തന്നെ ഒരു 4 കല്യാണം വേറെ കഴിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല പടുവൃദ്ധനുമാണ്. ഈ കൊച്ചുകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി അച്ഛൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആളാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ കുട്ടി വിചാരിക്കും, എൻ്റെ വിധി ഇതാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെ തീരുമാനിച്ചല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ദുഃഖിച്ച് അതില്ലാതെ തന്നെ കഴിയുകയാണ്. പക്ഷേ തേതിയുടെ സഹോദരൻ കുഞ്ചുവിൻ്റെയും പൊതുവായിട്ടുള്ള കൂട്ടുകാരനാണ് മധുരമംഗലത്ത് മാധവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാധവനെ കണ്ട് തേതിക്ക് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. മാധവനുമായിട്ട് മനസ്സുകൊണ്ട് തേതി പ്രണയത്തിലാവുന്നു. പക്ഷേ അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ തേതിക്ക് ഭയവുമുണ്ട്. ഇത് മനസ്സിലാക്കുന്ന സഹോദരൻ കുഞ്ചു ഇവരെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഭയങ്കരമായ എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നു. എന്നിട്ട് അപ്പോൾ കുഞ്ചുവിന് മനസ്സിലായി, ഇനി അച്ഛൻ മുഖാന്തരം എന്തായാലും സഹോദരിക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു കൊടുക്കാൻ, ഈ പ്രണയ വിവാഹത്തിന് അച്ഛൻ നമ്പൂതിരി എന്തായാലും സമ്മതിക്കില്ല. അതുകൊണ്ട് കോടതിയിലേക്ക് പോവാമെന്ന് വെച്ചിട്ട് കുഞ്ചു കോടതിയെ പോയി സഹോദരിക്കും സഹോദരിയുടെ കാമുകൻ, അതായത് സുഹൃത്തായിട്ടുള്ള മാധവനും വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കും, പരാതി കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ മേടിച്ചെടുക്കും ഇവർ. അതായത് ഈ വൃദ്ധനായ കർക്കടകാംകുന്നത്ത് നമ്പൂതിരിക്ക് ഈ കുട്ടിയായിട്ടുള്ള തേതിയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയിൽ അവരൊരു ഉത്തരവ് വാങ്ങിച്ചെടുത്തതിന് ശേഷം ഈ വിവരം എല്ലാവരും അറിയുന്നു. നാട്ടിലുള്ള ചെറുപ്പക്കാർ മുഴുവനും, യൂത്ത് മുഴുവനും ആരുടെ കൂടെ നിൽക്കുന്നു? കുഞ്ചുവിൻ്റെയും മാധവൻ്റെയും തേതിയുടെയും കൂടെ നിൽക്കുന്നു. മറുവിഭാഗം മുഴുവനും, ഇത്തിരി മുതിർന്ന നമ്പൂതിരിമാർ മുഴുവനും ഈ കർക്കടകാംകുന്നത്ത് നമ്പൂതിരിയുടെ കൂടെയും അച്ഛൻ നമ്പൂതിരിയുടെ കൂടെയും നിൽക്കുന്നു. അച്ഛൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ആരാണ്? വിളയൂർ അച്ഛൻ നമ്പൂതിരി. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്നു. അങ്ങനെ ഈ രണ്ട് സംഘങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് പിന്നെ നടക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അവസാനം മാധവൻ തേതിയെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുന്നു. അങ്ങനെ ഒരു വിപ്ലവകരമായ ഒരു കഥയാണ് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നാടകം 1929 ഡിസംബർ 24 യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി സമുദായത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. ആ സഭയുടെ 22ാം വാർഷികത്തിൽ തൃശ്ശൂർ വെച്ചിട്ടാണ് ഇതിന് ആദ്യമായിട്ട് ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടു. അത് കാണുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആൾക്കാരെത്തിയിരുന്നു. അവരിലെല്ലാം ഈ നാടകം സ്വാധീനം ചെലുത്തുകയും നമ്പൂതിരി സമുദായത്തിനകത്ത് തന്നെ വലിയ കോളക്കം സൃഷ്ടിക്കുകയും നമ്പൂതിരി സമുദായത്തിന്റെ പരിവർത്തനത്തിന് ഇത് കാരണമായി തീരുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഏകദേശം അന്തരീക്ഷം എന്താണ് നാടകത്തിൻ്റെ കഥ, എന്താണ് അവതാരിക, എന്താണ് നാടകത്തിൻ്റെ ഉള്ളടക്കം എല്ലാം മനസ്സിലായല്ലോ. ഇനി ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് കൂടെ പറയാം. കെ കേളപ്പൻ ഈ ഒരു ലേഖനത്തിനകത്ത്, അതായത് ഈ അവതാരികയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്പൂതിരി സമുദായത്തിന് ആകെ ഒരു മാറ്റം ഉണ്ടാകാൻ സഹായിച്ച നാടകമാണ് ഇത് എന്ന് കെ കേളപ്പൻ പറയുകയാണ്.
മാത്രമല്ല എത്തരത്തിലുള്ള അനാചാരങ്ങളാണ് നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നതെന്നും അതിൽ എങ്ങനെയെല്ലാം മാറ്റം വരുത്താൻ ഈ നാടകത്തിന് കഴിഞ്ഞു എന്നും കൂടി ഈ അവതാരികയ്ക്കകത്ത് പറയുകയാണ്. അതിൽ നിന്നുള്ള ചെറിയ ഒരു ഭാഗം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായി വെച്ചിട്ടുള്ളൂ. ആ ഭാഗം നമുക്ക് വായിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാം. ശ്രദ്ധിച്ച് കേൾക്കുക. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചിരിക്കുക. എന്താണ് അവതാരിക എന്നുള്ള കാര്യവും എന്തായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിൻ്റെ പശ്ചാത്തലമെന്നും ഒക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. എന്നിട്ട് ശ്രദ്ധിച്ച് ഇത് കേൾക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അരങ്ങിൽ തുറന്നു വെച്ച ഒരു പുസ്തകം, കത്തിച്ചു തൂക്കിയ വെളിച്ചം, ചരിത്രം തുടിക്കുന്ന താളുകൾ. ഇത് നാടക അവതരണത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ. അതായത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ചരിത്രം രചിച്ച നാടകം. VT ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രഭാവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല. അപ്പോൾ VT ഭട്ടതിരിപ്പാടിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആചാന ബാഹു ഒന്നുമല്ല, ഭയങ്കര ഒരു വലിയൊരു രൂപമൊന്നുമല്ല അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് കാഴ്ചയിൽ. എന്നാൽ അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ്. ഏറ്റവും ചെറിയ ഒരണു അതിൻ്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും. VTയുടെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിളക്കി അമ്പരപ്പിച്ചു. അപ്പോൾ കാണാൻ വലിയ ഭയങ്കര രൂപമൊന്നുമല്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്പൂതിരി സമുദായത്തെ മുഴുവനും, അദ്ദേഹത്തിൻ്റെ ചിന്താശക്തിയുടെ ബഹിപ്രസരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായ കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ചില ആശയങ്ങൾ ഉണ്ടായി വന്നു. നമ്പൂതിരി സമുദായത്തെ പരിവർത്തിപ്പിക്കാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. ആ തോന്നലിനെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രാക്ടിക്കലാക്കി, നടപ്പിലാക്കി. അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ അത് നമ്പൂതിരി സമുദായത്തെ മുഴുവനും പിടിച്ചിളക്കുന്ന രീതിയിലേക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം അക്കാലത്ത് ഒരു ആറ്റം ബോംബായിരുന്നു. ഒരു വക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ ആണ്ടുകിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോളിളക്കമുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ദുരാചാരങ്ങളുള്ള ഒരു സമുദായമായിരുന്നു നമ്പൂതിരി സമുദായം. അതിനകത്ത് കുറേ മാറ്റം വരുത്തേണ്ടുന്ന ഒരുപാട് ദുഷിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുന്ന രീതിയിൽ ഒരു ബോംബ് വീഴുന്നത് പോലെയായിരുന്നു ഇത്ര വിപ്ലവകരമായിട്ടുള്ള, ഇത്ര മനോഹരമായ ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നാടകം അവതരിപ്പിക്കപ്പെട്ടത്. നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ എത്ര വമ്പിച്ച ശക്തിയോടാണ് ആ കൃശഗാത്രൻ സമരം നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. കൃശഗാത്രൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ അന്ന് എന്തുമാത്രം ദുഷിച്ച കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഈ മെലിഞ്ഞ ശരീരവും വെച്ചിട്ട് ഈ ദുർബലനായ മനുഷ്യൻ എത്ര വലിയ കാര്യമാണ് അദ്ദേഹം നടപ്പിലാക്കി എടുത്തത് എന്ന്. ഒരാളെ രൂപം കൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അദ്ദേഹത്തെ കാഴ്ചയിൽ വളരെ ദുർബലനായിട്ടുള്ള മെലിഞ്ഞ ഒരാളായിട്ടാണ് കാണുന്നതെങ്കിലും ഇത്രയും വലിയ സമൂഹത്തിന് വളരെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യവുമില്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു. കാലയാപനം എന്ന് പറഞ്ഞാൽ കാലം കഴിച്ചിരുന്ന, അതായത് നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകൾ പഠിക്കാൻ പോകുമായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു പരിധിക്കപ്പുറം പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നില്ല. പഠിച്ചാൽ തന്നെ പുരാണം, സംഗീതം, നൃത്തം ഇതൊക്കെ ആയിരിക്കും അവർ പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ വീടിനകത്ത് തന്നെ അഭ്യസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പഠിച്ചിരുന്നുള്ളൂ. പുറത്തു പോയി പഠിക്കാനുള്ള സൗകര്യവും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തു പോയി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണെന്ന് കരുതി വീടിനകത്ത് തന്നെ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ഈ നമ്പൂതിരി വിഭാഗത്തിലെ സ്ത്രീകൾ. അവർ സമൂഹത്തിന്റെ നിർജീവ ഭാരമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ കൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു മനുഷ്യജീവി സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിയെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു ഉപദ്രവമെങ്കിലും ഉണ്ടാകാതിരിക്കണം. ഇവരാകട്ടെ ഒരുപാട് പേരുണ്ട് താനും, എന്നാൽ ഇവരെ കൊണ്ട് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒട്ട് നടക്കുന്നുമില്ല. എന്നാൽ ഇവരെ സമൂഹം ചുമക്കുകയും വേണം. അതായത് ഒരു പ്രയോജനവുമില്ലാത്ത കുറച്ച് മനുഷ്യർ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു നിലയാണ് ഇവരെ കൊണ്ടുണ്ടായിരുന്നത്.
എന്ന് വെച്ചാൽ ഇത് അവർ സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരവസ്ഥയല്ല. സമുദായം അവരെ അങ്ങനെയാണ് ആക്കി തീർത്തിരുന്നത്. അവരെ സമൂഹത്തിന് പ്രയോജനമുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ അവരെ മുരടിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു നമ്പൂതിരി സമുദായത്തിന്റെ നിയമങ്ങൾ എന്ന് മനസ്സിലാക്കുക. പുരുഷന്മാരാണെങ്കിൽ ചുറ്റുപാടും ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടുപിടിക്കാൻ സന്ദർഭം ലഭിക്കാത്ത വിധം അന്യരിൽ നിന്ന് മതപഠനത്തിന് നിർബദ്ധരായി നട്ടം തിരിയുകയായിരുന്നു. പുരുഷന്മാരുടെ കാര്യവും അത്ര മെച്ചമൊന്നും ആയിരുന്നില്ല. അവർക്ക് ലോകമങ്ങ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നാലുപാടും സാങ്കേതിക വിദ്യയും മറ്റുമൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്പൂതിരി സമുദായത്തിലെ പുരുഷന്മാർക്ക് മാത്രം പുറത്തു പോകാനും വിദ്യ അഭ്യസിക്കാനും അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നേടാനും ഒന്നും അവസരമുണ്ടായിരുന്നില്ല. അവര് ഈ സമുദായത്തിനകത്ത് തന്നെ കിടന്ന് വേദാധ്യയനമൊക്കെ നടത്തി, അതായത് പൂജാതി കർമ്മങ്ങളൊക്കെ പഠിച്ച് വേദങ്ങളൊക്കെ പഠിച്ച് യാഥാസ്ഥിതികമായ ഒരു ജീവിതം നയിച്ച് അവരും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭൂ ഉടമകളും ധനികരുമായ സമുദായാംഗങ്ങൾക്കെന്ന പോലെ നിർധനർക്കും ജീവിതക്ലേശങ്ങളാണ് സമുദായത്തിൽ പരിവർത്തനമുണ്ടാക്കുന്ന ഒരു പ്രേരക ശക്തിയെങ്കിൽ ആ കാരണത്താൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ അവർ ഒരേ കണക്കിനുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുളിക്കുന്നു, നനയ്ക്കുന്നു, കഴിക്കുന്നു, പിന്നെ വേദാധ്യയനം നടത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, തിരികെ വരുന്നു, കഴിക്കുന്നു, കുളിക്കുന്നു, ഉറങ്ങുന്നു. ഇത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചക്രത്തിൽപ്പെട്ട് നട്ടം തിരിയുകയായിരുന്നു ഈ മനുഷ്യർ. അവരുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ജീവിത ക്ലേശം എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടൊരു മാറ്റം വരുത്താം എന്നുള്ള ഒരു നിലയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. മൂത്ത പുത്രന് മാത്രം സജാതീയ വിവാഹം, ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം. ഒരു കുടുംബത്തിൽ 5 ആണുങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മൂത്തയാൾക്ക് മാത്രം സജാതീയ വിവാഹം. സജാതീയ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി സമുദായത്തിൽ നിന്ന് തന്നെയുള്ള സ്വന്തം ജാതിയിൽ നിന്നുള്ള വിവാഹം കഴിക്കാൻ ആ മൂത്തയാൾക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതിനെ വേളി എന്നാണ് പറയുക. ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം. ബാക്കിയുള്ള അനുജന്മാർക്കും അവർക്കും കാണുമല്ലോ, കുടുംബജീവിതം വേണം, ഭാര്യ വേണം, മക്കൾ വേണമെന്നൊക്കെയുള്ള ആഗ്രഹം. പക്ഷെ അവർക്കൊന്നും കല്യാണം കഴിക്കാൻ അവകാശമില്ല. അവർക്ക് നായർ കുടുംബങ്ങളിലെ സ്ത്രീകളുമായിട്ട് അടുപ്പം സ്ഥാപിച്ച് അങ്ങനെ ഒരു ബന്ധത്തിലൂടെ മാത്രമേ അവർക്ക് അവരുടെ കുടുംബം നയിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിന് കുടുംബം എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. വല്ലപ്പോഴും ഒക്കെ കാണുന്ന, വല്ലപ്പോഴും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന, ബന്ധം സ്ഥാപിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർക്ക് അനുവദനീയമായിരുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ മനുഷ്യ സമുദായത്തിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ, ബഹിഷ്കൃതരായി സാപത്ന്യം കൊണ്ടുള്ള ക്ലേശങ്ങളെ അമ്പലങ്ങളിലും വീട്ടിനകത്തുള്ള മതാനുഷ്ഠാനങ്ങളിലും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. സ്ത്രീകളുടെ കാര്യമാണ് പരമകഷ്ടം. സാപത്ന്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഭർത്താവിന് അവർ മാത്രമായിരിക്കില്ല ഭാര്യയായിട്ടുണ്ടായിരിക്കുക, വേറെയും ഒരുപാട് ഭാര്യമാരുണ്ടായിരിക്കും. ഈ ഭാര്യമാരെല്ലാം ആ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക. ആ സ്ത്രീകളോടൊത്ത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. സ്വന്തം ഭർത്താവിന് വേറെ ഒരുപാട് ഭാര്യമാരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒപ്പം ജീവിക്കുകയും വേണം. ഈ സ്ത്രീകളെയെല്ലാം തന്നോടൊപ്പം കൂട്ടുകയും വേണം. അവരുടെ ഒന്നും ആ കാര്യങ്ങളിൽ ഇടപെടാൻ ഇവർക്കും സാധിക്കുകയില്ല. ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യവുമില്ല. അങ്ങനെ ഒരുപാട് ഭാര്യമാരുള്ള ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ക്ഷേത്രാദി കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കുക എന്നുള്ള ദുരിതമാണ് സ്ത്രീകൾക്കുണ്ടായിരുന്നത്. എന്ത് കഷ്ടമാണല്ലേ! പുരുഷന്മാരിൽ ഒരാൾക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അയാൾക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാം. വേറെയുള്ള പുരുഷന്മാർക്കൊന്നും വിവാഹം കഴിക്കാൻ പാടില്ല. അവർക്ക് താൽക്കാലികമായ ബന്ധങ്ങൾ മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ. സ്ത്രീകളാകട്ടെ ഒരുപാട് ഭാര്യമാരുള്ള പുരുഷന്മാരെ കല്യാണം കഴിച്ച് ആ ഭാര്യമാരോടൊത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടുന്ന അവസ്ഥ. പരാതിപ്പെടാൻ കഴിയില്ല, ഒരു മാറ്റത്തിനും നിവൃത്തിയില്ല, വിദ്യാഭ്യസിക്കാൻ നിവൃത്തിയില്ല, പുറം ലോകവുമായി ബന്ധമില്ല. അങ്ങനത്തെ ദുരിത ജീവിതം. അത്തരമൊരു സമുദായത്തെ, സ്വന്തം അധപതനത്തിനുള്ള കാരണങ്ങളിലേക്ക് ഹഠാത് ആകർഷിച്ച സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീറ്റി നിർവഹിച്ച ദുഷ്കര കൃത്യം. ഹഠാത് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ബലമായിട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം അധപതനം, സ്വയം നശിക്കാൻ വേണ്ടി കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സമുദായമായിരുന്നു വീറ്റിയുടേത്. അതിനെ നശിപ്പിക്കാൻ മറ്റാരും പുറത്തുനിന്ന് വന്നതല്ല. നമ്പൂതിരി സമുദായത്തിന്റെ തന്നെ നിയമങ്ങളാണ് അവരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ആരെ? അതിലുള്ള ആണിനെയും പെണ്ണിനെയും ദ്രോഹിച്ചിരുന്നത് നമ്പൂതിരി സമുദായത്തിന്റെ തന്നെ ദുഷിച്ച ആചാരങ്ങളാണ്. ഈ ആചാരങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ള ഒരു കർത്തവ്യമാണ് വീറ്റി ഭട്ടതിരിപ്പാട് ഏറ്റെടുത്തത്. എന്ത് വലിയ കാര്യമാണെന്ന് നോക്കൂ. ആ സമുദായത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഒരു തരത്തിലുമുള്ള സ്വാസ്ഥ്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്നവരല്ല. ഒരുപാട് ദുരാചാരങ്ങളിൽപ്പെട്ട് അവരുടെ ജീവിതം വീണ്ടും വീണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവരെ മാറ്റിയെടുക്കുക എന്നുള്ള കർത്തവ്യമാണ് വീട്ടി ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എത്ര വലിയ ഒരു കർമ്മത്തിലാണ് വീട്ടി ഏർപ്പെട്ടത് എന്ന്? തൽഫലമായി യുവാക്കൾ ആ വേദാധ്യയനത്തെ എതിർത്തു. പരിവേദനം നടപ്പിലാക്കി. മറക്കുട തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു. അങ്ങനെ വീറ്റിയുടെ ശ്രമഫലമായിട്ട്, വീറ്റിയുടെ മാത്രമെന്ന് കരുതരുതേ, അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് യുവാക്കൾ വേദാധ്യയനത്തെ എതിർത്തു. എന്ന് വെച്ചാൽ വേദം മാത്രം പഠിച്ച് പൂജാതി കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുക എന്നുള്ള അവരുടെ രീതിയെ യുവാക്കൾ എതിർത്തു, യൂത്ത് എതിർത്തു കേട്ടോ. ന്യൂ ജനറേഷൻ, അവരുടെ സമുദായത്തിലെ ന്യൂ ജനറേഷൻ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഇനി ക്ഷേത്രാദി കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. പരിവേദനം നടപ്പിലാക്കി. പരിവേദനം എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന് മുൻപ് അനുജൻ വിവാഹം കഴിക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 10 ആണുങ്ങളുണ്ടെങ്കിൽ ജ്യേഷ്ഠന് എന്തെങ്കിലും സൗകര്യം ഉള്ളപ്പോൾ ജ്യേഷ്ഠൻ കല്യാണം കഴിക്കും, പിന്നീട് അയാൾ വീണ്ടും 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 കല്യാണം കഴിക്കും. പക്ഷെ അനുജന്മാർക്ക് കല്യാണം കഴിക്കാനുള്ള യോഗമില്ല. ആ രീതിയെ യുവാക്കൾ എതിർത്തു. അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്കിഷ്ടമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ മുന്നോട്ട് വന്നു. അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാൻ തുടങ്ങി. മറക്കുട തല്ലിപ്പൊളിച്ച സ്ത്രീകൾ പുറത്തു വന്നു എന്ന് വെച്ചാൽ, നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തല നേരിയതുകൊണ്ട് മറച്ച് പുറമേക്ക് ഒരു കുട കൂടി പിടിച്ച് അവരുടെ മുഖം ആരും കാണാതെയാണ് പോവുക. ഇവരോടൊപ്പം ദാസിമാരുണ്ടായിരിക്കും. ദാസിമാര് മുൻപേ നടന്ന ആൾക്കാരോട് മാറിപ്പോ അന്തർജനം വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാരെ കാണാനുള്ള അവസരവുമില്ല, മറ്റു പുരുഷന്മാരോ സ്ത്രീകളോ ഇവരുടെ മുഖമൊട്ട് കണ്ടും കൂടാ. അങ്ങനെ ഉണ്ടായിരുന്ന ആ ദുഷിച്ച അവസ്ഥയെ സ്ത്രീകൾ മറികടന്ന് അവരതൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് വരാൻ തുടങ്ങി. പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുക. സാധാരണ നമ്പൂതിരി സമുദായത്തിലെ ആളുകൾ വേദം അല്ലെങ്കിൽ ഉപനിഷത്തുകൾ, പുരാണം ഇതൊക്കെയാണ് പഠിക്കുക. എന്നാൽ ആ കാലഘട്ടത്തിലെ യുവാക്കന്മാരും യുവതികളും എന്ത് ചെയ്തു? അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടി നേടാൻ തുടങ്ങി. വിധവാ വിവാഹം നടത്തി. 12 വയസ്സിൽ 90കാരനെ വിവാഹം കഴിച്ച് വിധവയാകുന്ന പെൺകുട്ടി മരിക്കുന്നിടം വരെ അയാളെ ധ്യാനിച്ച് ജീവിക്കുക എന്നുള്ള ദുരാചാരത്തിന് അവർ മാറ്റം വരുത്തുകയും ആ പെൺകുട്ടിയെ വീണ്ടും താല്പര്യമുള്ള ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. എന്ത് നല്ല മാറ്റമാണല്ലേ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം പിന്നീടുള്ള 10-70 വർഷം നരകിച്ച് തീർക്കേണ്ടി വരില്ലേ? അതൊക്കെ മാറ്റി തീർത്തു. അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുവാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി. സമുദായത്തിലെ മറ്റ് വിഭാഗങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കഴിഞ്ഞിരുന്നു. നമ്പൂതിരി സമുദായം മാത്രമേ ഇങ്ങനെ ഒരു പുരോഗമനവും ഇല്ലാതെ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരും എന്ത് ചെയ്തു? മുന്നോട്ട് വരാൻ തുടങ്ങി. ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വീറ്റിയാണ്. അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ച കൂടിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് നിങ്ങൾ ഈ പഠിക്കുന്ന അധ്യായത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഉപയോഗിച്ചുകൊണ്ടാണ് വീറ്റി ഈ മനുഷ്യരെയെല്ലാം പ്രചോദിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ ചില സിനിമകൾ കാണുമ്പോൾ, അതിന് ചില രംഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ആവാറുണ്ട് അല്ലേ? അതുപോലെ അക്കാലത്തെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വീറ്റി ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം കേട്ടോ. വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീറ്റി ചികിത്സ നടത്തിയത്. ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽ പ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു. വിദ്യുൽ പ്രസരം എന്ന് പറഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സമുദായത്തെ ഒരു ഷോക്ക് കൊടുത്ത് ഉണർത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ ഷോക്കിന്റെ പേരാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നാടകവേദിയിൽ വെച്ചുള്ള ആ ഓത്തുചൊല്ലൽ സമുദായത്തെ അരിശം കൊള്ളിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ സമുദായത്തിനൊരു മാറ്റം കൊണ്ടുവരണം. അതിനാദ്യം ഇവരെയൊക്കെ ഒന്ന് ഉണർത്തി അലർട്ടാക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? 1929 നടന്ന സമ്മേളനത്തിൽ വെച്ച്, യോഗക്ഷേമ സഭയുടെ സമ്മേളനത്തിൽ വെച്ച് അവര് ഈ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് നാടകവേദിയിൽ വെച്ച് അവർ ഓത്തു ചൊല്ലുക എന്ന് പറഞ്ഞാൽ വേദം ചൊല്ലുകയാണ്. ഈ വേദം ചൊല്ലുന്നത് ഏതെങ്കിലും പൂജാതി കർമ്മങ്ങൾ അല്ലെങ്കിൽ യാഗാദി കർമ്മങ്ങൾ, ഏതെങ്കിലും മംഗളകർമ്മങ്ങളിലോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളിലോ പങ്കെടുക്കുമ്പോഴാണ് വേദം ചൊല്ലുക. അതായത് പരിപാവനമായ ഏതെങ്കിലും അവസരങ്ങളിലാണ് വേദം ചൊല്ലേണ്ടുന്നത്. എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വേദിയിൽ വെച്ച്, അതും ഒരു സ്റ്റേജിൽ വെച്ച് ഇവർ വേദം ചൊല്ലിയത് സമുദായത്തെ, നമ്പൂതിരിമാരെ മുഴുവനും എന്ത് ചെയ്തു? അരിശം കൊള്ളിച്ചു.
പ്രബലന്മാരായ ജന്മികൾ സർവശക്തിയും ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു. ഈ നാടകം തടയാൻ അവര് നല്ലവണ്ണം ശ്രമിച്ചു. ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. ശൂദ്രൻ, അതായത് നായർ വിഭാഗത്തിലൊക്കെ പെട്ട ആൾക്കാർ, അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ, അവരും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും അധസ്ഥിത വർഗത്തിൽപ്പെട്ടവരും ഹരിജൻ ജനങ്ങളും ഒക്കെ ഈ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ ഓതുന്ന വേദം കേൾക്കാൻ പാടില്ല. അങ്ങനെ അത് കേൾക്കാനുള്ള അർഹതയോ യോഗമോ ഇവർക്കില്ല എന്നാണ് നമ്പൂതിരിമാർ കരുതിയിരുന്നത്. നമുക്കറിയാലോ, കനത്ത ജാതീയ ചിന്തകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അവർക്ക് മറ്റു ജാതിക്കാരെ അവർ നികൃഷ്ടരായിട്ടും മനുഷ്യരായിട്ട് പോലും കണക്കാക്കിയിരുന്നില്ല. നികൃഷ്ടരായിട്ടുള്ള ജന്തുക്കളായിട്ടാണ് കരുതിയിരുന്നത്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഞങ്ങൾ ഓതുന്ന ശ്രേഷ്ഠമായ വേദം കേൾക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അഥവാ അബദ്ധവശാൽ ആരെങ്കിലും കേട്ടുപോയാൽ അവരെ പിടിച്ച് ചെവിക്കകത്തേക്ക് ഈയം ഇങ്ങനെ ഉരുക്കി ഒഴിക്കുമായിരുന്നു. ഈയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അത് നമ്മളിപ്പോൾ ഇരുമ്പൊക്കെ ഉരുക്കി ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത്രമാത്രം ചൂടുള്ള ഒരു വസ്തുവിനെയാണ് ചെവിക്കകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് എന്ത് സംഭവിക്കും? ആൾ മരിച്ചു പോവല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന വളരെ ദുഷിച്ച മനസ്സുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് ഓർക്കുക. അങ്ങനെ ശൂദ്രൻ കേട്ടാൽ അവന്റെ ചെവിക്കകത്ത് ഈയം ഉരുക്കി ഒഴിക്കണം എന്ന നിയമമുണ്ടായിരുന്ന ഒരു കാലത്തിലാണ് VT പബ്ലിക്കായിട്ട് ആൾക്കാർ കേൾക്കെ ഇങ്ങനെ വേദോച്ചാരണം നടത്തുന്നത്. മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാപാപം അകപ്പെടാതിരിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്ന് രാമനാമം ജപിക്കുകയുണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അന്തർജനങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തലവഴി നേരിയതൊക്കെ മൂടി, പിന്നെ അതിനു പുറമെ ഒരു കുടയൊക്കെ പിടിച്ചാണ് പോയിരുന്നത്. പക്ഷേ ഈ വിപ്ലവത്തിലേക്ക് പങ്കെടുക്കാൻ വന്ന സ്ത്രീകൾ മറക്കുട ഉപയോഗിച്ചിരുന്നില്ല. ഇതുപോലെ തലയിൽ കൂടി മേൽമുണ്ട് ഇട്ടിരുന്നില്ല. അവർ സ്വാഭാവികമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, മുണ്ടോ നേരിയതോ എന്താണെന്ന് വെച്ചാൽ അവരുടെ വസ്ത്രം, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരിക മാത്രമാണ് ചെയ്തത്. അവർ മുഖം മറച്ചിരുന്നില്ല. അങ്ങനെയുള്ള മുഖം മറയ്ക്കാത്ത സ്ത്രീകളെ കണ്ടാൽ പാപം കിട്ടുമെന്നായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ മുതിർന്ന ആൾക്കാർ ധരിച്ചിരുന്നത്. അവരെന്ത് ചെയ്തു? ഈ സ്ത്രീകളെ കണ്ടാലുള്ള പാപം എനിക്ക് വരണ്ടെന്ന് കരുതി അകത്തടച്ചിരുന്ന രാമനാമം ജപിച്ചു. എത്ര വലിയ ഒരു ദുഷിച്ച ചിന്തയാണ് ഇതെന്ന് നോക്കൂ. ഇതെപ്പോഴായിരുന്നു? തളിപ്പറമ്പിൽ യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗം ചേർന്നപ്പോഴാണ് കേട്ടോ. ഈ വാർഷിക യോഗത്തിലാണ് നാടകം അവതരിപ്പിച്ചതും പബ്ലിക്കായിട്ട് വേദം ചൊല്ലിയതും എല്ലാം. പോരാത്തതിന് സ്ത്രീകളാകട്ടെ മറക്കുടയൊന്നുമില്ലാതെ ഈ വിപ്ലവത്തിൽ പങ്കെടുക്കാനായി പുറത്തേക്കിറങ്ങി വരികയും ചെയ്തു. ഇതെല്ലാം നമ്പൂതിരിമാരെ ചൊടിപ്പിച്ചു. കോഴിക്കോട് ഇല്ലത്ത് വെച്ച് കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടുത്തെ അന്തർജനം ആധ്യക്ഷം വഹിച്ചതുകൊണ്ട് ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അരിശം മൂത്ത് നമ്പൂതിരിമാർ ഊണ് കഴിച്ച എച്ചിലില എടുക്കാൻ കൂട്ടാക്കിയില്ല. ഇതുപോലെ കോഴിക്കോട് വെച്ച് ഒരു യോഗം കൂടി. അതിലേക്ക് ഒരു അന്തർജനം വന്നു. ആ അന്തർജനമായിരുന്നു അതിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അതായത് അതിലെ പ്രധാനി, ആ സമ്മേളനത്തിന്റെ പ്രധാനി ഒരു സ്ത്രീയായിരുന്നു. അതൊരു നമ്പൂതിരി സ്ത്രീയായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ മറക്കുടയൊന്നും ഇല്ലാതെ വന്ന് സ്റ്റേജിൽ കയറിയിരുന്ന് എല്ലാവരും കാണുകയാണ് പങ്കെടുത്തതും പ്രസംഗിച്ചതും എല്ലാം. ഇതിൽ ദേഷ്യം വന്നിട്ട് അവിടുത്തെ ജോലിക്കാർ, ആ ഇല്ലത്തിലെ ജോലിക്കാർ നമ്പൂതിരിമാരുടെ ഇലയെടുക്കാൻ പോലും കൂട്ടാക്കിയില്ല. എന്ന് വെച്ചാൽ അവർക്ക് പോലും ഇത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല. ആ കൃത്യം നമ്പൂതിരി യുവാക്കൾ തന്നെ നിർവഹിക്കേണ്ടി വന്നു എന്ന് കേട്ടാൽ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും പ്രാബല്യവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിച്ചുകൂടെ? ഒടുവിൽ പരിചാരകർ തയ്യാറാകാതെ മാറി നിന്നപ്പോൾ ഈ നാടകത്തിന്റെയും യോഗത്തിന്റെയും ഒക്കെ സംഘാടകരായിരുന്ന നമ്മുടെ യൂത്ത് ആയിട്ടുള്ള നമ്പൂതിരിമാരെന്ത് ചെയ്തു? നിങ്ങൾ എടുത്തില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ തന്നെ ഇത് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഇലയൊക്കെ എടുത്ത് മാറ്റേണ്ടുന്ന ഒരു അവസ്ഥ വരെ അവിടെ ഉണ്ടായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. കോഴിക്കോട് വെച്ചും ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ മീറ്റിങ്ങിലേക്ക് അധ്യക്ഷയായിട്ട് വന്നത് ഒരു നമ്പൂതിരി സ്ത്രീയായിരുന്നു. അതും മറക്കുടയില്ലാതെ. അത് ആ ഇല്ലത്ത്, അതായത് ഈ പ്രോഗ്രാം നടന്ന ഇല്ലത്തുണ്ടായിരുന്ന ജോലിക്കാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റിയില്ല ആ സ്ത്രീ അങ്ങനെ പങ്കെടുത്തത്. അവരതില് പ്രതിഷേധം വന്നിട്ട്, അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ പറഞ്ഞു, ഈ നമ്പൂതിരിമാർ കഴിച്ച ഇല പോലും ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു. അത്രമാത്രം ഇവർ സമൂഹത്തെ ദുഷിപ്പിക്കുകയാണ് എന്നാണ് അവർ കരുതിയത്. അതായത് ഈ യൂത്തായിട്ടുള്ള നമ്പൂതിരിമാര് സമൂഹത്തെ ദുഷിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പരിചാരകർ എന്ത് ചെയ്തു? ഇവർക്ക് ഭക്ഷണം കൊടുത്ത ഇല പോലും എടുത്തില്ല. അതിന് ആ കൃത്യം കൂടി ആര് നിർവഹിച്ചു? നമ്മുടെ യൂത്തന്മാരായിട്ടുള്ള നമ്പൂതിരിമാര് നിർവഹിക്കുകയാണ് ചെയ്തത്. പുറമേയുള്ളവർക്ക് അജ്ഞാതമായ ആ സമുദായ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് വെളിവാക്കിയ കലാനൈപുണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും അധികമാവില്ല. നമ്പൂതിരി സമുദായത്തിന് പുറത്തു നിൽക്കുന്ന ആൾക്കാർക്ക്
എത്രമാത്രം ഗതികെട്ട ഒരു ജീവിതമാണ് നമ്പൂതിരി ഇല്ലങ്ങൾക്കകത്തുണ്ടായിരുന്നത് എന്ന് അറിയാൻ കഴിയുകയില്ല. അപ്പം നമ്പൂതിരിമാർക്ക് മാത്രമേ അറിയാവൂ അവരുടെ വീടിനുള്ളിലെ അവസ്ഥ. കാരണം അവർ മറ്റു സമുദായത്തിൽപ്പെട്ടവരെ വീടിനകത്തേക്ക് കയറ്റാറോ മറ്റും ഇല്ല. അവിടെയുള്ള സ്ത്രീകളാകട്ടെ മറ്റു സമുദായത്തിലെ സ്ത്രീകളുമായിട്ട് ഇടപഴകാറോ സംസാരിക്കാറോ ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ആ സമുദായത്തിലെ ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ. എന്നാൽ പുറമേക്കുള്ള ആൾക്കാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലേക്ക് ആ നാടകം ആ കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ VT ഭട്ടതിരിപ്പാടിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് K കേളപ്പൻ പറയുന്നത്. ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശയോക്തി കലർന്നതല്ലേ? അതാണോ മുഴുവൻ പരമാർത്ഥം എന്ന ചോദ്യത്തിന് അവകാശമുണ്ട്. മുഴുവൻ പരമാർത്ഥം അതല്ല. അപ്പോൾ ഇത് വെറുതെ പെരുപ്പിച്ച് കാണിക്കുകയല്ലേ? അതിശയോക്തി കലരുക എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് കാണിക്കുക, ഉള്ളതിനെ പെരുപ്പിച്ച് പറയുക. ഇത്രയൊക്കെ ഉണ്ടോ, ഇത്രയൊക്കെ നമ്പൂതിരി സമുദായത്തിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നാം. നാടകം കാണുന്ന ആർക്കും തോന്നിപ്പോകും. പരമാർത്ഥം, മുഴുവൻ പരമാർത്ഥവും ഇതല്ല. നമ്മളിപ്പോൾ ഒരു നാടകമാണെങ്കിലും ഒരു സിനിമയാണെങ്കിലും അതിനെ ആവിഷ്കരിക്കുമ്പോൾ കലാപരമായിട്ടുള്ള ചെറിയ ചേരുവകളൊക്കെ അതിനകത്ത്, മസാലകളൊക്കെ അതിനകത്ത് ചേർന്ന് പോകാം. അതെന്തിനാണ്? കാണുന്ന ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പരമാർത്ഥം എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത്. ഇങ്ങനെയൊരു ജീവിതമാണ് ആ മനുഷ്യർ നയിക്കുന്നത് എന്നുള്ള ധാരണ പുറമേയുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ VTക്ക് കഴിഞ്ഞു. നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും രാജ്യത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ദുരിത ജീവിതമായിരുന്നു എങ്കിൽ തന്നെയും നമ്പൂതിരി സമുദായത്തിൽ നിന്ന് നല്ല നല്ല കലാകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നാം തരം കവികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. സുപ്രസിദ്ധ വൈദ്യന്മാർ നമ്പൂതിരിമാരായിരുന്നു. മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്പൂതിരി സമുദായത്തിന്റെ ധനസ്ഥിതിയും സമുദായത്തിൽ അവർക്കുണ്ടായിരുന്ന അഗ്രിമസ്ഥാനവും ഓർക്കുമ്പോൾ എത്രയും വിരളമായിരുന്നു സമുദായത്തിന്റെ നേട്ടമെന്ന് സമ്മതിച്ചേ തീരൂ. ഒരുപാട് പേര്, ഒരുപാട് നല്ല നല്ല കവികൾ ഉണ്ടായിരുന്നു, ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, എല്ലാം ശരിയാണ്, വൈദ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ 1000 നമ്പൂതിരിമാരെ എടുക്കുകയാണെങ്കിൽ അതിൽ 5ഓ 6ഓ പേർക്ക് മാത്രമാണ് ഈ അവസരം കിട്ടിയിരുന്നത്. അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇങ്ങനെ പുരോഗമിക്കാനുള്ള അവസരം ഉണ്ടായുള്ളൂ എന്ന് പറയുന്നത് ഒരു കുറച്ചിൽ തന്നെയാണ്. സമുദായത്തെ ഉദ്ധരിക്കുക തൻ്റെ ജീവിത ലക്ഷ്യമായി കരുതിയ VT സമുദായത്തിന്റെ കേടുപാടുകളെ പൊക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ. അപ്പോൾ സമുദായത്തെ പരിവർത്തിപ്പിക്കുക, സമുദായത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു VTയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ, നാടകത്തിനകത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നാടകത്തിന്റെ കഥ പരിചയപ്പെട്ടല്ലോ. അതിനകത്ത് പറയുന്ന നായകനായിട്ടുള്ള മാധവൻ മദിരാശിയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ നമ്പൂതിരി സമുദായത്തിൽ അത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അന്ന് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കൂടിയും അദ്ദേഹത്തിന്റെ നാടകത്തിലെ നായകൻ വളരെ പുരോഗമന ചിന്താഗതിയൊക്കെയുള്ള ധാരാളം യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു തുറന്ന മനസ്ഥിതിക്കാരനായ ഒരാളായിരുന്നു. നായികയും അങ്ങനെയുള്ള ആളായിരുന്നു, നായികയുടെ സഹോദരനും അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടോ ഈ സമുദായത്തിൽ എന്നൊക്കെയുള്ള തോന്നലുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇത് കാണുന്നവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണ്. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യർ, ഇങ്ങനെ ആയിരിക്കണം നമ്പൂതിരി സമുദായത്തിലെ യുവാക്കൾ എന്ന് കാണിക്കുന്നതിനുള്ള ഉദാഹരണമാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ശരിക്കും അത്തരത്തിലുള്ള മനുഷ്യന്മാർ ആ സമുദായത്തിൽ വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു നാടകത്തെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഒരു എലമെന്റ് ആയിരുന്നു അതെന്ന് മനസ്സിലാക്കുക. ആ സമുദായ നിലയെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്ന് ആ അവസ്ഥയെല്ലാം മാറിപ്പോയി. നമ്പൂതിരി സമുദായം വളരെയധികം മുന്നോട്ട് പോയി എന്നാണെങ്കിൽ ചരിത്രപരമായി ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട്. സമുദായത്തിലെ എത്രയും പ്രധാനമായ ഒരു പരിവർത്തന ദശയെ അത് കുറിക്കുന്നു. ഇന്ന് നമ്പൂതിരി സമുദായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എത്രമാത്രം ആ സമുദായം പുരോഗമിച്ചിട്ടുണ്ടോ, അതിനെല്ലാം കാരണമായി മുന്നോട്ട് വെക്കാവുന്ന ഒന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകം. പാറ പോലെ ഉറച്ചുകിടന്ന ഇഴുകിപ്പിടിച്ച ആചാരങ്ങളാകുന്ന വൻ ഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ച് മാറ്റുക സാധ്യമായിരുന്നില്ല. യാഥാസ്ഥിതികത്വം എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള മനസ്ഥിതി എന്ന് മനസ്സിലാക്കണം. അതായത് സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, പുരുഷന്മാരാരും വിവാഹം കഴിക്കാൻ പാടില്ല, ചേട്ടൻ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള ഒരുപാട് ദുരാചാരങ്ങളും ചിന്താഗതികളും ഉണ്ടായിരുന്നില്ലേ?
അത് തന്നെയാണ് യാഥാസ്ഥിതികത്വം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്ന ഒരു സമുദായത്തെ പുറത്തു നിന്ന് ആർക്കും ചെന്ന് നേരെയാക്കാൻ പറ്റുമായിരുന്നില്ല. അതിനകത്ത് നിന്ന് മാത്രമേ ഒരു പരിവർത്തനം, അതിനകത്തുള്ള ആൾക്കാർ വിചാരിച്ചാൽ മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നുള്ളൂ. ആ മാറ്റം കൊണ്ടുവരികയാണ് VT ചെയ്തത്. അതിനുള്ളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത്. എന്തായിരുന്നു ആ പൊട്ടിത്തെറി? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വിപ്ലവങ്ങളും മറ്റുമാണ് ആ സമുദായത്തെ മുന്നോട്ട് നയിച്ചത്. അതിന് നേതൃത്വം വഹിച്ചത് VT ആണ്. അതിനുപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആ പരമാർത്ഥം വളരെ പേർ ധരിച്ചിരിക്കില്ല. എന്നുവെച്ചാൽ ഈ ഒരു നാടകത്തിലൂടെയാണ് ഇത്ര വലിയ മാറ്റം നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഒന്നും അറിഞ്ഞിരിക്കാൻ വഴിയില്ല. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളോട്, വായനക്കാരായ നിങ്ങളോട് പറയുകയാണ്, കേളപ്പൻ പറയുകയാണ്, നമ്പൂതിരി സമുദായത്തിൽ ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ മാറ്റങ്ങൾക്കെല്ലാം ഗംഭീരമായ തുടക്കം കുറിച്ചത് ഈ നാടകമാണ് എന്ന്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഏകദേശം ആശയം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ വളരെ പ്രശസ്തമായ നാടകത്തിന് കേളപ്പൻ എഴുതിയ അവതാരിക എന്താണെന്ന് പറഞ്ഞു. നാടകത്തെക്കുറിച്ചുള്ള അഭിപ്രായവും നാടകത്തിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ള കാര്യമൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് അവതാരിക. ഈ അവതാരികയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്ന കാര്യമാണ്. അപ്പോൾ പാഠഭാഗം വീണ്ടും വീണ്ടും ഒരുപാട് ആവർത്തി വായിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം പൂർണ്ണമായി ഗ്രഹിക്കാനും മറന്നു പോകാതിരിക്കാനും സാധിക്കുകയുള്ളൂ. ഇതേ തുടർന്ന് ഈ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളാണ് വരുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്തുക. നന്ദി.